ഇന്ത്യൻ ടീം സെമി കാണണമെങ്കിൽ കുറച്ച് വെള്ളം കുടിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഏകദേശം തീരുമാനമായിരിക്കുകയാണ്. T20 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടം ഏകദേശം തീരുമാനമായതോടു കൂടിയിട്ട് സൂപ്പർ 8 മത്സരങ്ങൾ തെളിഞ്ഞു വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി എല്ലാവരും നോക്കിക്കാണുന്നത് ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ഏതൊക്കെ ടീമുണ്ട്, ഇന്ത്യക്ക് ഏതൊക്കെ ടീമിൻ്റെ കൂടെ കളികൾ വരുന്നുണ്ട് എന്നെല്ലാമാണ്. അതിൽ ഇന്ത്യയുടെ ഗ്രൂപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മരണ ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ തന്നെ പറയട്ടാ. ഇന്ത്യയുടെ ഗ്രൂപ്പിൽ ഓൾറെഡി ഇന്ത്യ, വെസ്റ്റ് ഇൻഡീസ്, സൗത്ത് ആഫ്രിക്ക ഈ 3 പേരും ഇടം പിടിച്ചിട്ടുണ്ട്. നാലാമതായിട്ട് വരാനായിട്ട് പോകുന്നത് ഇന്നത്തെ കളിയിൽ സിംബാബ്വെ അയർലൻഡിനെ തോൽപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ സിംബാബ്വെ ഡയറക്റ്റ് ഗ്രൂപ്പിലേക്ക് വരും. അല്ല എന്നുണ്ടെങ്കിൽ പോയിന്റ് നിലവാരങ്ങളൊക്കെ നോക്കിയിട്ട് അതിനുശേഷം സിംബാബ്വെയോ ഓസ്ട്രേലിയയോ അതിലും മുൻതൂക്കം ഇപ്പം നിലവിൽ സിംബാബ്വെക്ക് തന്നെയാണ്. ഓസ്ട്രേലിയ അടുത്ത സൂപ്പർ 8ലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയക്ക് അടുത്ത ഒമാൻ്റെ കൂടെയുള്ള കളി ഓസ്ട്രേലിയ 1 മാർജിനിൽ ജയിക്കുകയും വേണം. അതേപോലെ തന്നെ സിംബാബ്വെയും അയർലൻഡും തമ്മിലുള്ള കളിയിൽ സിംബാബ്വെ തോൽക്കുകയും വേണം. അതുമാത്രമല്ല പിന്നെ പോയിന്റിൻ്റെ ആ ഒരു നിലവാരമൊക്കെ നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത സൂപ്പർ 8ലേക്ക് എൻട്രി ആവുള്ളൂ എന്നുള്ളത്. പക്ഷേ ഓസ്ട്രേലിയൻ ടീമിൻ്റെ ചരിത്രം വെച്ചിട്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഓസ്ട്രേലിയൻ ടീം ഗ്രൂപ്പിലേക്ക് കടന്നു വരികയാണ് അല്ലെങ്കിൽ അടുത്ത സൂപ്പർ 8ലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അവർ കപ്പടിച്ച ചരിത്രം വരെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓസ്ട്രേലിയയും കൂടിയിട്ട് ആ ഒരു ഗ്രൂപ്പിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഒരു രക്ഷയില്ലാത്ത ഗ്രൂപ്പാവും, മരണ ഗ്രൂപ്പ് എന്നുള്ളതിന് ഒരു ഡൗട്ടും വേണ്ട. പക്ഷേ സിംബാബ്വെയും ഇപ്പോൾ ഒട്ടും കുറവില്ലാത്ത രീതിയിൽ തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള 2 ഗ്രൂപ്പുകളിൽ സൂപ്പർ 8ൽ വരുന്ന 2 ഗ്രൂപ്പുകളിൽ ഏറ്റവും മികച്ച ഗ്രൂപ്പ് അത് ഇന്ത്യൻ്റെ തന്നെയാണ്. ഇന്ത്യൻ്റെ ഗ്രൂപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നവരായിരിക്കും മിക്കവാറും കപ്പടിക്കാനും ചാൻസ് കൂടുതൽ കേട്ടോ. ഇതിൽ ഇനി മത്സരങ്ങൾ വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ 22-ാം തീയതി ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും കൂടിയിട്ടാണ് സൂപ്പർ 8ലെ ആദ്യത്തെ മത്സരം ഇന്ത്യക്ക് നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. ആ മത്സരം എന്തായാലും കുറച്ച് ഇന്ത്യക്ക് ടൈറ്റ് തന്നെയാണ്. കാരണം ഇന്ത്യൻ സാഹചര്യങ്ങളിൽ പൊരുത്തപ്പെട്ട ഒരു ടീം തന്നെയാണ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കൻ്റെ കൂടെ ഈ ഒരു T20 മത്സരങ്ങൾ വരുമ്പോഴൊക്കെ ഇന്ത്യ കുറച്ച് വെള്ളം കുടിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരം കടന്നു പോകാൻ ഇന്ത്യ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും എന്നുള്ള ഒരു ഉറപ്പാണ്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ അടുത്തതായിട്ട് വരാൻ പോകുന്നത് 26-ാം തീയതിയാണ്. 26-ാം തീയതി കളി വരുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ സിംബാബ്വെ അല്ലെങ്കിൽ ഓസ്ട്രേലിയ ആരാണോ ഗ്രൂപ്പിലേക്ക് വരുന്നത് അവരുടെ കൂടെയാണ് ഇന്ത്യ കളിക്കാനായിട്ട് പോകുന്നത്. സിംബാബ്വെ ആവാനാണ് ചാൻസ് കൂടുതലും. പക്ഷെ എന്തായാലും 2 ദിവസവും കൂടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് ആരാണ് ആ ഗ്രൂപ്പിലേക്ക് വരുന്നത് എന്നുള്ളത് അറിയാനായിട്ട്. പിന്നെ അടുത്തതായിട്ട് വരാൻ പോകുന്ന മത്സരം 1-ാം തീയതി വെസ്റ്റ് ഇൻഡീസുമായിട്ടാണ് കേട്ടോ. അതോടുകൂടിയിട്ട് സൂപ്പർ 8 മത്സരങ്ങൾ അവസാനിക്കും. 1-ാം തീയതിയോട് കൂടിയിട്ട് 3 മത്സരങ്ങളാണ് സൂപ്പർ 8ൽ ഒരു ടീമിനുണ്ടാവുക. നിലവിൽ ഇന്ത്യക്ക് ഒരു ഗ്രൂപ്പ് മത്സരം കൂടിയാണ് ഉള്ളത്, നെതർലാൻഡ് ടീമിൻ്റെ കൂടെയാണ് ഉള്ളത്. ഓൾറെഡി ഇന്ത്യ സൂപ്പർ 8ലേക്ക് എൻ്റർ ആയതുകൊണ്ട് തന്നെ എല്ലാ മത്സരങ്ങളും കൂടി ജയിച്ചിട്ട് സൂപ്പർ 8ലേക്ക് പോവുക എന്നായിരിക്കും ഇന്ത്യൻ ടീമിൻ്റെ ലക്ഷ്യം. നെതർലാൻഡ് ഓൾറെഡി ഒരു കളി മാത്രമാണ് ജയിച്ചിരിക്കുന്നത്, ബാക്കി 2 മത്സരങ്ങൾ ഫെയിലായിരിക്കുകയാണ്. അതോടുകൂടിയിട്ട് അവർ എലിമിനേറ്റ് ആയിട്ടുണ്ട്. എലിമിനേറ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം ജയിച്ച് ടീമിൻ്റെ മാനം രക്ഷിക്കുക എന്നുള്ള അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഗ്രൂപ്പിൽ നിൽക്കുക എന്നുള്ളതായിരിക്കും നെതർലാൻഡ് ടീമിൻ്റെ ലക്ഷ്യം. അപ്പോൾ എന്തായാലും അടുത്തൊരു കളി കഴിയുന്നതോടുകൂടിയിട്ട് പിന്നെ എല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് സെമി ഫൈനലിലേക്ക് ആരൊക്കെ വരും എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഇന്ത്യൻ ടീമിനെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.